നമസ്കാരം. മലപ്പുറം തിരൂരിൽ പോലീസ് ചമഞ്ഞെത്തിയ യുവതിയെ പീഡിപ്പിച്ച യുവാവിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വാക്കാട് സ്വദേശി ഹമീദ് എന്ന അമിനുൽ ഫാരിസാണ് ബന്ധുക്കളുടെ കൂടെ ബീച്ച് കാണാനെത്തിയ യുവതിയെ പീഡിപ്പിച്ചത്. കഴിഞ്ഞ ദിവസമാണ് തിരൂരിൽ ബീച്ച് കാണാനെത്തിയ യുവതിയെ പോലീസ് ചമഞ്ഞെത്തിയ യുവാവ് പീഡിപ്പിച്ചത്. യുവതിയുടെ പരാതിയെ തുടർന്ന് കേസെടുത്ത പോലീസ് പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ബന്ധുവിനും കുട്ടിക്കുമൊപ്പമാണ് ഇവർ തിരൂരിൽ ബീച്ചിൽ കാണാനായി എത്തിയത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം കേട്ടുകേൾവിയുള്ള വാർത്ത ഒരുപക്ഷെ സാംസ്കാരിക കേരളത്തെ തന്നെ അപമാനിക്കുന്ന കാര്യമാണ്. അത്തരത്തിൽ തന്നെയാണ് നേരത്തെ നമ്മോട് പ്രതികരിച്ച പി ഗീതയും പ്രതികരിച്ചത്. മലപ്പുറം തിരൂരിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത്. അമിനുൽ ഫാരിസിനെ പോലീസ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ക്രൂരവും പൈശാചികവുമായ ഇത്തരമൊരു പീഡനം നടന്നിട്ടും സഹായത്തിനായി കേണിട്ടും യുവതിയെ സഹായിക്കാൻ ഒരാൾ പോലും എത്തിയില്ല എന്നതും വളരെ ശ്രദ്ധേയമായി തന്നെ നോക്കിക്കാണേണ്ടതാണ്. മറ്റു വാർത്തയിലേക്ക്. CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ അല്പസമയത്തിനകം കണ്ണൂരിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. വിവരങ്ങളുമായി PV ജോഷ്ല ചേരുന്നുണ്ട്. ജോഷ്ല, കണ്ണൂർ ജില്ലയിലെ പിണറായി വിജയൻ അടക്കം 9 സ്ഥാനാർത്ഥികളാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി ഒരുങ്ങുന്നത്. എപ്പോഴായിരിക്കും പത്രികാ സമർപ്പണം? മറ്റു വിവരങ്ങൾ കൂടി. പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ അടക്കം ജില്ലയിലെ 9 LDF സ്ഥാനാർത്ഥികളാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. EP ജയരാജൻ, KK ശൈലജ ടീച്ചർ, രാമചന്ദ്രൻ കടന്നപ്പള്ളി, TV രാജേഷ്, T കൃഷ്ണൻ, AN ഷംസീർ, KT ജോസ് എന്നിവർ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. നാളെ ജെയിംസ് മാത്യു MLA-യും അതുപോലെ തന്നെ ബിനോയ് കുര്യനും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. പിണറായി വിജയൻ കണ്ണൂർ അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർക്ക് മുൻപാകെയായിരിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. അദ്ദേഹം രാവിലെ നായനാരുടെ വീട്ടിലും അതുപോലെ തന്നെ അഴീക്കുടൻ രാഘവന്റെ വീട്ടിലും ചടയൻ ഗോവിന്ദന്റെ വീട്ടിലും സന്ദർശിക്കുകയുണ്ടായി. അവിടെ നിന്നും അനുഗ്രഹം വാങ്ങിയ ശേഷം ചെറുകണ്ടാകത്ത് T പത്മനാഭനെ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയത്. CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രവർത്തകരുടെയും ധർമ്മട മണ്ഡലത്തിലെ അനുഭാവികളുടെയും CPIM പ്രവർത്തകരുടെ അടക്കം ജാഥയായാണ് അദ്ദേഹം ജില്ലാ കളക്ടറുടെ ഓഫീസിലേക്ക് എത്തിയിട്ടുള്ളത്. അല്പസമയത്തിനകം അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി കളക്ടറുടെ ഓഫീസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. കണ്ണൂർ അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ ഓഫീസിലേക്ക് അദ്ദേഹം ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാമി, ആരൊക്കെയാണ് ജോഷ്ല ഇന്ന് കണ്ണൂരിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സ്ഥാനാർത്ഥികൾ LDF-ന്റെ? സ്വാമി, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, KK ശൈലജ ടീച്ചർ, അതുപോലെ തന്നെ രാമചന്ദ്രൻ കടന്നപ്പള്ളി, TV രാജേഷ്, T കൃഷ്ണൻ, AN ഷംസീർ, KT ജോസ് എന്നീ സ്ഥാനാർത്ഥികളാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി കണ്ണൂർ അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർക്ക് മുമ്പാകെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കണ്ണൂർ അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് കടന്നു കഴിഞ്ഞു. അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. CPIM പ്രവർത്തകരും അനുഭാവികളും അടക്കം വൻ ജനക്കൂട്ടം ജാഥയായാണ് അദ്ദേഹത്തെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും കണ്ണൂർ അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷന്റെ ഓഫീസിലേക്ക് ആനയിച്ചത്. അദ്ദേഹം അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. എങ്ങനെയായിരിക്കും ഒരു പക്ഷേ പിണറായി വിജയൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്? ഒരുപക്ഷെ പ്രേക്ഷകരും ഏറെ ആകാംക്ഷയോടെ കൂടി തന്നെ നോക്കി കാണുന്നു. വലിയ പ്രകടനത്തോടെ ആയിരിക്കുമോ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി എത്തുക? എങ്ങനെയാണ് അത്തരത്തിലുള്ള വിവരങ്ങൾ? സ്വാമി, അദ്ദേഹം CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ജോഷ്ല, പിണറായി വിജയൻ നാമനിർദ്ദേശ പത്രിക നൽകാനായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു.
പിണറായി വിജയൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനായി എത്തിക്കഴിഞ്ഞു. അതിന്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. സാർ നമുക്കൊരു കാര്യം നമുക്ക് ഓർത്ത് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇവരെല്ലാം പിണറായി വിജയൻ എന്ന ഞാൻ കേരള നിയമസഭയിലെ അംഗത്വം വഹിക്കുന്നതിന് ഒരു സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. നിങ്ങൾ എല്ലാവരും ഒന്ന് ഇറങ്ങി ലൈവ് മുന്നിലാണ് ഓട്ടപ്പെട്ടി പാർട്ട് നമ്പർ 136 ക്രമനമ്പർ 689 689 ഉണ്ടോ? പിണറായി വിജയൻ. പേര് അങ്ങനെ പിണറായി വിജയൻ. പിതാവിന്റെ പേര് 689. പ്രപ്പോസൽ KK നാരായണ. അത് 67-ാം പാർട്ട് ക്രമനമ്പർ 807 പുറകെ വന്നു. KK നാരായണ. ഓക്കെ.
Sorry, additional affidavit. I have not been allowed government information. ഏതാ സ്ട്രൈക്ക് അങ്ങോട്ട് ചെയ്തിട്ടുണ്ടോ നോട്ടീസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഓഫീസറോട് നോക്കുന്നുണ്ട് മൂന്ന് സെറ്റല്ല മൂന്ന് സെറ്റ് സെറ്റ് ഞങ്ങൾ നോക്കണം സെറ്റ് നോക്കിയിട്ട് നമ്മുടെ സെറ്റ് നോക്കാം കുറച്ചൊരു പരിപാടി തുടർന്ന് ചെറുപ്പം ഫോം ഇതിനോട് ഫോം ഇതിലൂടെ കോപ്പി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കോപ്പി വെച്ചിട്ടുണ്ട് മറ്റേ അഡീഷണൽ സെറ്റിൻ്റെ കൂടെ വേണോ അറ്റാച്ച് ചെയ്യുന്ന ഡോക്യുമെന്റിലെല്ലാം കോപ്പീസാണ് ഈ നോമിനേഷൻ ഒഴികെ നോമിനേഷൻ അതിൻ്റെ കൂടെ വെച്ചിട്ട് ഇത് ഈ ഒറിജിനലില് ഫസ്റ്റ് കൂടെ വെച്ചാൽ മതി അതിലൂടെ എനിക്ക് സെറ്റാക്കി തരണം സെക്കൻഡ് സെറ്റ് സബ്സിഡി അത് പിന്നീടല്ലേ തരുള്ളൂ ചന്ദ്രൻ സബ്സ്റ്റിറ്റ്യൂട്ട് കാൻഡിഡേറ്റിൻ്റെ കൂടെ ഇതിൻ്റെ കോപ്പി എടുത്തു ഈ ഫോം ബിയുടെ കോപ്പി ഫോം ബിയുടെ കോപ്പി എടുത്തു അതിന് ഒറിജിനൽ വേണ്ട കോപ്പി സ്റ്റെപ്പ് വരാം
നടപടികൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ പി വി ജോഷില ചേരുന്നു. ജോഷില, എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. അതിനുള്ള മറ്റ് കാര്യങ്ങൾ, ഔദ്യോഗികമായ കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, KK ശൈലജ ടീച്ചർ, രാമചന്ദ്രൻ കടന്നപ്പള്ളി, TV രാജേഷ്, T കൃഷ്ണൻ, AN ഷംസീർ, KT ജോസ് തുടങ്ങിയ മറ്റ് LDF സ്ഥാനാർത്ഥികളും ഇന്ന് നാമനിർദ്ദേശ സമർപ്പിക്കും. അല്പസമയത്തിനകം EP ജയരാജൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഇപ്പോൾ പിണറായി കണ്ണൂർ അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ സാജു സെബാസ്റ്റ്യൻ മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. മറ്റ് ഇന്ന് രാവിലെ മുതൽ മുൻപ് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച അല്ലെങ്കിൽ സാക്ഷികളായ പാർട്ടി പ്രവർത്തകരുടെ വീടുകൾ സന്ദർശിച്ചതിന് ശേഷമാണ് പിണറായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത്. അഴീക്കുടൻ രാഘവന്റെ വീട്, ചടയൻ ഗോവിന്ദന്റെ വീട്, അതുപോലെ തന്നെ നായനാറിന്റെ വീട് ഇവ സന്ദർശിച്ച് അനുഗ്രഹം വാങ്ങിയ ശേഷമാണ് പിണറായി CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയത്. അവിടെ നിന്നും പ്രവർത്തകർക്കൊപ്പമാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത്. അതിനിടയിൽ ചെറുകഥാകത്ത് T പത്മനാഭനെ സന്ദർശിക്കാനും അദ്ദേഹം മറന്നില്ല. ഇപ്പോൾ അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണവുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് പി വി ജോഷിലയാണ്. ജോഷില, ഒപ്പം മറ്റ് സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്നത്? സ്വാമി, അല്പസമയത്തിനകം EP ജയരാജൻ, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ മട്ടന്നൂരിലെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും.
അതേസമയം കെ ശൈലജ ടീച്ചർ കൂത്തുപറമ്പ് മണ്ഡലം സ്ഥാനാർത്ഥിയാണ്. അവർ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ BDAക്ക് മുന്നേ ആയിരിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. അതുപോലെ തന്നെ രാമചന്ദ്രൻ കടന്നപ്പള്ളി, TV രാജേഷ്, G കൃഷ്ണൻ, AN ഷംസീർ, KT ജോസ് എന്നിവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അഴീക്കോട് മണ്ഡലം സ്ഥാനാർത്ഥി നികേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും 1:30 ശേഷമായിരിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി പോകുന്നത്. ഏകദേശം 3 മണിയോടുകൂടി നാമനിർദ്ദേശ പത്രിക അവർ സമർപ്പിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. PV ജോഷിലാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. പിണറായി വിജയൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഒപ്പം തന്നെ കണ്ണൂർ ജില്ലയിലെ മറ്റ് LDF സ്ഥാനാർത്ഥികളും ഇന്ന് തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നും കണ്ണൂരിൽ നിന്ന് PV ജോഷില റിപ്പോർട്ട് ചെയ്യുന്നു. തിരികെ വാർത്തയിലേക്ക്. പ്രതിപക്ഷ നേതാവും മലമ്പുഴ മണ്ഡലം സ്ഥാനാർത്ഥിയുമായ VS അച്യുതാനന്ദൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. തരൂരിലെ സ്ഥാനാർത്ഥി AK ബാലൻ അടക്കമുള്ള പാലക്കാട് ജില്ലയിലെ മുഴുവൻ LDF സ്ഥാനാർത്ഥികളും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. വിവരങ്ങളുമായി ലതീഷ് ചേരുന്നുണ്ട്. ലതീഷ്, എപ്പോഴായിരിക്കും VS നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക? സമയത്തിനകം VS നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനായി പാലക്കാട് കലക്ടറേറ്റിലേക്ക് എത്തിച്ചേരും. സഹകരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ PM ശശിഭൂഷൺ മുമ്പാകെയാണ് VS നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ മറ്റു LDF സ്ഥാനാർത്ഥികളെല്ലാം തന്നെ VS അടക്കമുള്ള 12 സ്ഥാനാർത്ഥികളും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഇതിൽ AK ബാലൻ ലാൻഡ് അക്വിസിഷൻ ഡെപ്യൂട്ടി കളക്ടർ മുമ്പാകെയും NN കൃഷ്ണദാസ് പാലക്കാട് RDO മുമ്പാകെയും P ഉണ്ണി ഒറ്റപ്പാലം സബ് കളക്ടർ മുമ്പാകെയും TK ശശി ഒറ്റപ്പാലം BDO മുമ്പാകെയും KB വിജയദാസ് ഒലവക്കോട് DFO മുമ്പാകെയും KD പ്രസേനൻ ആലത്തൂർ BDO, K ബാബു നെന്മാറ DFO, സുബൈദ ഇസാഖ് തൃത്താല BDO, KP സുരേഷ് രാജ് മണ്ണാർക്കാട് DFO, മുഹമ്മദ് മോഹസിൻ പട്ടാമ്പി സ്ഥാനാർത്ഥി പട്ടാമ്പി BDO, K കൃഷ്ണൻകുട്ടി ചിറ്റൂരിൽ നിന്ന് മത്സരിക്കുന്ന K കൃഷ്ണൻകുട്ടി ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ എന്നിവർക്ക് മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. ഉച്ചയ്ക്ക് മുമ്പേ തന്നെ എല്ലാവരുടെയും നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയാകും. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ മൊബൈൽ ആപ്ലിക്കേഷന്റെ ഉദ്ഘാടനം പാലക്കാട് പ്രസ് ക്ലബ്ബിൽ നിർവഹിച്ച ശേഷമായിരിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനായി സഹകരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസിലേക്ക് പോവുക. സോമി, VS അച്യുതാനന്ദൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. 12 മണിയോടെയായിരിക്കും അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. പാലക്കാട് ജില്ലയിലെ മുഴുവൻ LDF സ്ഥാനാർത്ഥികളും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. AK ലതീഷാണ് വിവരങ്ങൾ നൽകിയത്. പശ്ചിമ ബംഗാൾ നിയമസഭയിലേക്കുള്ള 4ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 49 മണ്ഡലങ്ങളിലേക്കാണ് 4ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. വിവരങ്ങളുമായി M സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, വ്യാപകമായി പലയിടങ്ങളിലും ഇപ്പോഴും തൃണമൂൽ ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഒപ്പം തന്നെ ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ എങ്ങനെയാണ് പോളിംഗ് ശതമാനം? സോമി, ഹൗറ ജില്ലയിലെ 16 മണ്ഡലങ്ങളിലും നോർത്ത് 24 പർഗാനയിലെ 33 മണ്ഡലങ്ങളിലേക്കുമാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. 40 വനിതകൾ ഉൾപ്പെടെ 345 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ആദ്യ 3 ഘട്ടങ്ങളിൽ എന്നതുപോലെ 4ാം ഘട്ടത്തിലും പശ്ചിമ ബംഗാളിൽ വ്യാപകമായ അക്രമ സംഭവങ്ങളാണ് അരങ്ങേറുന്നത്. തൃണമൂൽ കോൺഗ്രസ് നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ നടക്കുന്നത്. നോർത്ത് 24 പർഗാനയിൽ നടന്ന തൃണമൂൽ അക്രമത്തിൽ 3.5 വയസ്സുള്ള ഒരു കുട്ടിക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. CPIM പ്രവർത്തകന്റെ വീടിന് നേരെ നടത്തിയ ആക്രമണത്തിലാണ് കുട്ടിക്ക് പരിക്കേറ്റത്. 2 തൃണമൂൽ പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഹൗറ ജില്ലയിലും ചിലയിടങ്ങളിൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഈ മേഖലകളിൽ തൃണമൂൽ കോൺഗ്രസിനാണ് കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞതെങ്കിലും ഇപ്പോഴുണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങളും, പ്രത്യേകിച്ചും ശാരദ ചെട്ടി തട്ടിപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തൃണമൂൽ കോൺഗ്രസിന് തിരിച്ചടിയാകും എന്നാണ് കരുതുന്നത്. ശാരദ ചെട്ടി തട്ടിപ്പ് കേസിൽ ജയിലിൽ കഴിയുന്ന മദൻ മിശ്ര തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി ഇത്തവണയും ജനവിധി തേടുന്നുണ്ട്. അതോടൊപ്പം തന്നെ CPIMന്റെ പ്രമുഖ സ്ഥാനാർത്ഥികളായ അഖിൽദാസ് ഗുപ്തയും നേപൽ ദേവ് ഭട്ടാചാര്യയും ഉൾപ്പെടെയുള്ളവരും ഈ ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത്. M സന്തോഷ് ദില്ലിയിൽ നിന്നും. ഹൃദയവും ശ്വാസകോശവും മാറ്റിവെച്ച് ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന അമ്പിളി ഫാത്തിമ അന്തരിച്ചു. ചെന്നൈയിലെ ആശുപത്രിയിലാണ് അമ്പിളി ഫാത്തിമയുടെ ഹൃദയവും ശ്വാസകോശവും മാറ്റിവെച്ചത്. 1 മാസത്തോളം ആശുപത്രിയിൽ കഴിഞ്ഞ ശേഷം കോട്ടയത്തെ വീട്ടിലെത്തിയ അമ്പിളി ഫാത്തിമയെ അണുബാധയെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വിവരങ്ങളുമായി ഇപ്പോൾ കോട്ടയത്ത് നിന്നും TP പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, എപ്പോഴായിരുന്നു അമ്പിളി ഫാത്തിമയുടെ അന്ത്യം? മറ്റു വിവരങ്ങൾ? സോമി, 3 ദിവസമായി അതീവ ഗുരുതരാവസ്ഥയിൽ കാരിത്താസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അമ്പിളി ഫാത്തിമ. രക്തത്തിലും ആന്തരിക അവയവങ്ങളുണ്ടായ ശക്തമായ അണുബാധയാണ് ഇപ്പോൾ മരണകാരണം. 11:30 ഈ വിവരം പുറം ലോകം അറിഞ്ഞത്. 10 മാസം മുമ്പ് ചെന്നൈ അപ്പോളോയിലാണ് ഹൃദയവും ശ്വാസകോശങ്ങളും മാറ്റിവെക്കുന്ന അപൂർവം ദുഃഖകരമായ ശസ്ത്രക്രിയ നടന്നത്. 10 മാസത്തെ
തുടർ ചികിത്സയ്ക്ക് ശേഷം 1 മാസം മുമ്പാണ് കോട്ടയത്തെ കാഞ്ഞിരപ്പള്ളിയിലെ വീട്ടിലെത്തിയത്. മാസം 1 ലക്ഷത്തിലേറെ രൂപയുടെ മരുന്നുകളും അതുപോലെ തന്നെ 3 ദിവസം കൂടുമ്പോൾ രക്തപരിശോധന തുടങ്ങിയ കർശനമായ പരിശോധനകളായിരുന്നു ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നത്. ഈ ചികിത്സകളെല്ലാം തുടർന്ന് വരുമ്പോഴായിരുന്നു ഇത്തരത്തിലൊരു ദാരുണമായിട്ടുള്ള ഒരു അന്ത്യം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല കടുത്ത പ്രവേശിച്ചത്. അണുബാധയിൽ ഇന്നലെ എല്ലാ ആളുകളുടെയും തലച്ചോറിന്റെയും പ്രവർത്തനം എല്ലാം തന്നെ നിലയ്ക്കുകയായിരുന്നു. ഇതിലൂടെ ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി സ്വദേശിയാണ് അമ്പിളി ഫാത്തിമ. എന്തായാലും മറ്റ് സംസ്കാര നടപടികളെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ തീരുമാനമെടുത്തു വരുന്നതേ ഉള്ളൂ. ടി പി പ്രശാന്താണ് കോട്ടയത്തു നിന്നും വിവരങ്ങൾ നൽകിയത്.